Good morning and welcome to Vartamanam. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. റഫേൽ വിമാന ഇടപാടുമായി ബന്ധിപ്പിച്ച CAG റിപ്പോർട്ട് ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കുകയുണ്ടായി. ഈ ആയുധ ഇടപാടുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ ആയുധ ഇടപാടുകളിൽ ഏറ്റവും കറുത്ത അധ്യായമായി റഫേൽ മാറും എന്ന് തീർച്ചയായിരിക്കുന്നു. 2007 വ്യോമസേനയെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ യുദ്ധവിമാനങ്ങൾ വേണം എന്ന ആശയത്തിൽ ഇന്ത്യ എത്തിയത്. 200 വിമാനങ്ങളാണ് അന്ന് എയർഫോഴ്സ് ആവശ്യപ്പെട്ടത്. 42 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യൻ എയർഫോഴ്സിനുള്ളത്. അതിലൊന്നിന് 3 എന്ന ക്രമത്തിലാണ് 126 വിമാനങ്ങൾ എന്ന ഗണിതത്തിൽ നാം എത്തിച്ചേർന്നത്. അതാണ് നമുക്കറിയാവുന്ന കാര്യം. അത് കഴിഞ്ഞ സർക്കാർ എത്തിച്ചേർന്ന ഒരു നിഗമനമാണ്. എന്നാൽ അതിനുശേഷമാണ് ഭരണമാറ്റം വന്നത്, മോദി അധികാരത്തിലേക്ക് വന്നത്. അധികാരത്തിൽ വന്ന ശേഷം മോദി ഈ കച്ചവടത്തിൻ്റെ മൊത്തം അവസ്ഥ സ്വന്തം കയ്യിലേക്ക് ഏറ്റെടുത്തു. കൂട്ടിന് അനിൽ അംബാനിയെയും ചേർത്തു. 2007 മുതൽ 2012 വരെ 6 വർഷം നടന്ന മുന്നൊരുക്കങ്ങളെല്ലാം മാച്ച് 126 പകരം 36 വിമാനങ്ങൾ മതി എന്ന് അദ്ദേഹം ഏകപക്ഷീയമായി തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് 126 പകരം 36 വിമാനങ്ങൾ എന്നിടത്തേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മോദി ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ലഭിക്കാം എന്നാണ് പറഞ്ഞതെങ്കിൽ വർഷത്തിൽ 10 വിമാനങ്ങളാണ് ഫ്രാൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അതുമായി ബന്ധിപ്പിച്ച കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ തന്നെ 85 വിമാനങ്ങൾ വിവിധ രാജ്യങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഫ്രാൻസിനുണ്ട്. അതായത് ഈ വിമാനങ്ങൾ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 7-8 വർഷങ്ങളൊക്കെ എടുത്താൽ അത്ഭുതത്തിന് അവകാശമില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് സമയലാഭം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അങ്ങനെയൊന്നും സമയം ലാഭിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മോദി എന്തിനാണ് ഇത്ര തത്രപ്പെട്ട് കാര്യങ്ങൾ നീക്കിയത്? അത് രാഹുൽ പറഞ്ഞതുമാതിരി 30,000 കോടി രൂപ അനിൽ അംബാനിയുടെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കാനായിരുന്നോ? ഏതായാലും CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശമേൽ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് അതേ സംബന്ധിച്ച വാർത്തകളാണ് മിക്ക പത്രങ്ങളും ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. മലയാള മനോരമയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. കാണുക, റഫേൽ CAG റിപ്പോർട്ട് സർക്കാരിന് അനുകൂലം, ലാഭം 2.8%. അതാണ് അതുമായി ബന്ധിപ്പിച്ച് CAG പറഞ്ഞിരിക്കുന്നത്. പഴയ കരാറും പുതിയ കരാറും തമ്മിൽ സാമ്യം ചെയ്യുമ്പോൾ ലാഭം 2.8% എന്ന് കണ്ടെത്തിയിരിക്കുന്നു CAG. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ പഴയ വില എന്ത്, പുതിയ വില എന്ത്? വിലയെക്കുറിച്ചൊന്നും പറയാതെ എങ്ങനെയാണ് ലാഭം ഇതാണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയത് എന്ന് പറയാനാകില്ല. ആദ്യം സൂചിപ്പിച്ചതുമാതിരി 126 വിമാനങ്ങളുടെ കണക്ക് പെട്ടെന്ന് 36 എന്ത് എന്ന് മോദി പറയാത്തതുപോലെ തന്നെ മോദി അപ്പോയിന്റ് ചെയ്ത CAGയും പറയുന്നില്ല ഏത് കണക്കിൽ നിന്നാണ് ലാഭം 2.8% എന്ന് കണ്ടെത്തിയത്. വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് ലാഭം കണക്കാക്കുന്നത് എങ്കിൽ പഴയ സർക്കാരും പുതിയ സർക്കാരും തീരുമാനിച്ച വില നിലവാരം അറിയാതെ എങ്ങനെയാണ് 2.8% ലാഭമെന്ന് പറയുന്നത് എന്ന് നമുക്കിപ്പോൾ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഇനി ഈ ലാഭക്കണക്ക് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയ മുൻ UPA സർക്കാർ 2007 മുന്നോട്ട് വെച്ച കരാറിനേക്കാൾ 2.86% കുറഞ്ഞ വിലയ്ക്കാണ് 2016 NDA സർക്കാർ കരാർ ഉറപ്പിച്ചത് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. ഇതേസമയം കരാർ നിർവഹണത്തിനിടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഫ്രഞ്ച് സർക്കാരിന് ഉത്തരവാദിത്വം നൽകുന്ന നിബന്ധന, അതായത് സോവറിൻ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി ഇല്ലാത്തതിനെ CAG വിമർശിക്കുന്നു. ആയുധ കരാറുകൾ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ സൗമ്യമായ വിമർശനമാണുള്ളത്.
പ്രതീക്ഷിച്ചതുപോലെ റിപ്പോർട്ട് മൊത്തത്തിൽ സർക്കാരിന് അനുകൂലം. ശതമാനക്കണക്കിലല്ലാതെ വിമാന വിലയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അതായത് ലാഭമോ നഷ്ടമോ തീരുമാനിക്കണമെങ്കിൽ ഇപ്പോൾ ഈ വിമാനത്തിന്റെ വില എന്ത് എന്നറിയണമല്ലോ. അതേ സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല. മോദിയുടെ നല്ല കുട്ടിയായി തന്നെയാണ് CAG പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. ഈ 2.8% ലാഭമെന്ന് CAG പറയുമ്പോൾ കുറെ നാളുകൾക്ക് മുമ്പ് 2015 40% വിലക്കുറവാണ് എന്ന് VK സിംഗ് എന്ന പ്രതിരോധ സഹമന്ത്രി പറയുകയുണ്ടായി. ആ 40% പരീക്കർ എന്ന പ്രതിരോധ മന്ത്രി 20% എന്ന് തിരുത്തി. ഈ കഴിഞ്ഞ വർഷം നിർമ്മല സീതാരാമൻ അത് പറഞ്ഞത് 9% കുറവ് എന്നാണ്. അങ്ങനെ 40%, 20%, 9% ഇതൊക്കെ കൂട്ടി കണക്കപ്പുള്ള കണക്കെഴുതി ആ കണക്കൊക്കെ കൂട്ടി കിഴിച്ചു വന്നപ്പോൾ ഇതാ CAG പറയുന്നു 2.8%. എന്ത് കണക്കാണ് ഇതൊക്കെ? ഏതായാലും ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ശരിയായ കണക്ക് എന്ന് വേണം പറയാൻ. മറ്റൊരു കാര്യം, റഫേലിന്റെ ഇടപാടിൽ ഇന്ത്യക്ക് വേണ്ടി 2016 മോദി വന്നതിന് ശേഷം 7 പേരാണ് ചർച്ച നടത്തിയത്. ഈ രംഗത്ത് പ്രാഗൽഭ്യമുള്ള 7 പേരെ അവതരിപ്പിച്ച് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം 3 പേർ കരാറിനെ എതിർത്തു. വ്യവസ്ഥകൾ മോശമെന്ന നിലയ്ക്കാണ് കരാറിനെ എതിർത്തത്. ഈ രംഗത്തെ പ്രൊഫഷണലുകളാണ് അങ്ങനെ എതിർത്തത്. ആ വാർത്ത ഇന്നലെ ഹിന്ദുവാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. 7ൽ 3 പേർ, അതും പ്രൊഫഷണലുകളായ 3 പേർ എതിർത്ത ഈ കരാർ ഒരു പരിശോധനയും ഇല്ലാതെ എന്തിന് നടപ്പാക്കി എന്നതൊക്കെ മറ്റൊരു കാര്യം. ഏതായാലും 3 പേർ ഇങ്ങനെ എതിർത്തിരുന്നു എന്ന കാര്യം CAG കണക്കിലെടുത്തിട്ടേ ഇല്ല എന്ന് മാത്രമല്ല CAG റിപ്പോർട്ടിൽ ഇതേക്കുറിച്ചൊരു പരാമർശവും ഇല്ല. എന്തായാലും വിദഗ്ധരുടെ വിയോജനക്കുറിപ്പ് മെച്ചം UPA കരാർ എന്ന് വിലയിരുത്തുന്നു. മനോരമ ആ വാർത്ത 1-ാം പേജിൽ. മുൻ UPA സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് മോദി സർക്കാർ റഫേൽ ഇടപാട് നടത്തിയത് എന്ന് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രാലയത്തിലെ 3 ഉദ്യോഗസ്ഥർ നൽകിയ വിയോജനക്കുറിപ്പ് പുറത്ത്. 2007 നിശ്ചയിച്ചതിനേക്കാൾ 55% ഉയർന്ന നിരക്കിലാണ് 2016 കരാർ തീർപ്പാക്കിയത് എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി രാജീവ് വർമ്മ, ധനകാര്യ മാനേജർ AR സുലെ, ഉപദേഷ്ടാവ് AP സിംഗ് എന്നിവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്തകൾ വരുന്നത്. 200 വിമാനങ്ങൾ ആവശ്യപ്പെട്ടു, 126 വിമാനങ്ങൾ അത് തീരുമാനിക്കപ്പെട്ടു. അതെങ്ങനെ 36 എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണവും മോദി നൽകുന്നില്ല. മൊത്തം കണക്കിന്റെ കാര്യത്തിൽ ഒരു ജഗപുക അല്ലാതെ ഈ CAG റിപ്പോർട്ടോ മോദി തന്നെയോ ഈ കാര്യത്തിൽ സത്യം പറയാതിരിക്കുന്നത് കൊണ്ട് മാറി വരുന്ന സർക്കാർ ഈ കാര്യത്തിൽ അതിൻ്റെതായ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വെളിവ് ലഭിക്കുകയുള്ളൂ എന്ന് വേണം അനുമാനിക്കാൻ. ഇന്നലെ പാർലമെന്റിന്റെ അവസാന ദിവസമായിരുന്നു. ഈ 16-ാം പാർലമെന്റിന്റെ 16-ാം ലോക്സഭയുടെ അവസാന ദിവസത്തിൽ നരേന്ദ്രമോദി ഗംഭീരമായി പ്രസംഗിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കും എന്ന് കരുതിയവർക്ക് തെറ്റി. അങ്ങേയറ്റം അസഹിഷ്ണുത നിറഞ്ഞ ഒരു പ്രസംഗമാണ് മോദി ഇക്കാര്യത്തിൽ നടത്തിയത്. ഏതായാലും അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളെയൊക്കെ അസ്തമിപ്പിച്ച ആ പ്രസംഗം പരമബോറായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇത്രമാത്രം വെറുപ്പും വിദ്വേഷവും നുണയും പരിഹാസവും ചേർന്ന ഒരു വിടവാങ്ങൽ പ്രസംഗം ഒരു മുൻ പ്രധാനമന്ത്രിയും നടപ്പാക്കിയിട്ടുണ്ടാകില്ല എന്ന് ചരിത്രം വിലയിരുത്താൻ ഇടയുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം, ലോക്സഭയുടെ 5 വർഷത്തെ ഒരു കാലഘട്ടം മാഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന പാസ്സാകാതെ പോയ 2 ബില്ലുകളുണ്ട്. അതേ സംബന്ധിച്ച വാർത്ത സിറാജ് എന്ന പത്രം ഇന്ന് 1-ാം പേജിൽ തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ലോക്സഭയിൽ അസാധുവായി പോയ 2 ബില്ലുകൾ. ഒന്ന് മുത്തലാഖ് ബില്ലാണ്. 3 മൊഴി ചൊല്ലിയാൽ അത്
സാധുവായ ഒരു വിവാഹമോചനമാകും. അതാർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, എല്ലാവരും എതിർക്കുന്ന കാര്യമാണ്. പക്ഷേ BJP കൊണ്ടുവന്ന ആ ബില്ലിനകത്ത് ഈ വിവാഹമോചനത്തെ ഒരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റി. മറ്റ് വിഭാഗങ്ങൾക്കൊക്കെ ഒരു സിവിൽ വ്യവഹാരമായി വിവാഹമോചനം മാറുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം അത് ഒരു ക്രിമിനൽ വ്യവഹാരമായി മാറുന്നു. ആ അർത്ഥത്തിൽ കോടതിയിൽ പോലും നിലനിൽക്കാൻ ഇടയില്ലാത്ത ആ നിയമം സത്യത്തിൽ രാജ്യസഭയിൽ പരാജയപ്പെടുത്തപ്പെട്ടു. സ്വാഭാവികം ആ ബില്ല് അങ്ങനെ പാതി വഴിക്ക് ചത്തുപോയി. മറ്റൊന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പൗരത്വ ബില്ലാണ്. അതും പാതി വഴിയിൽ ചത്തുപോയി. പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പിനെ തുടർന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കാനാകാതെ പോയ മുത്തലാഖ് നിരോധന ബില്ലും പൗരത്വ ബില്ലും 16-ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ അസാധുവായി. ഇനി ഈ ബില്ലുകൾ അവതരിപ്പിക്കണമെങ്കിൽ ആദ്യം മുതൽ കാര്യങ്ങൾ തുടങ്ങേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ അവസാനിച്ച ലോക്സഭയെക്കുറിച്ചും അല്ലെങ്കിൽ പാർലമെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ CAG റിപ്പോർട്ടിനെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറം അതിൻ്റെ ലീഡ് വാർത്തയായി തരുന്നത് നവകേരളത്തിന് UAE തരുന്ന സമ്മാനത്തെക്കുറിച്ച്, പിന്തുണയെക്കുറിച്ചുള്ള വാർത്തയാണ്. കൊച്ചി പെട്രോ കെമിക്കൽ കോംപ്ലക്സിൽ അബുദാബി നിക്ഷേപം, നവകേരളത്തിന് UAE പിന്തുണ. അബുദാബിയിൽ UAE സഹമന്ത്രിയും അഡ്നോ ഗ്രൂപ്പ് CEOയുമായ ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയാണ് തീരുമാനത്തിലെത്തിയത്. FACTയിൽ നിന്ന് സംസ്ഥാന സർക്കാർ വിലയ്ക്ക് വാങ്ങുന്ന 481 ഏക്കറിലാണ് പുതിയ കോംപ്ലക്സ് വരുന്നത്. കൊച്ചിയിലെ നിർദ്ദിഷ്ട പെട്രോ കെമിക്കൽ കോംപ്ലക്സിൽ UAEയുടെ ദേശീയ എണ്ണ കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി നിക്ഷേപം നടത്താൻ സന്നദ്ധത അറിയിച്ചു. അബുദാബിയിലെ അഡ്നോക് ആസ്ഥാനത്തിന് സഹമന്ത്രിയും അഡ്നോ ഗ്രൂപ്പ് CEOയുമായ ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിലാണ് ഈ കാര്യം അറിയിച്ചത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. 5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ എല്ലാ പ്രവാസികൾക്കും ആജീവനാന്തം പെൻഷൻ ലഭിക്കുന്ന വാർത്ത ഇന്ന് കേരള കൗമുദി ഒന്നാം വാർത്തയായി നമുക്ക് തരുന്നു. 5 ലക്ഷം നിക്ഷേപിക്കുന്ന പ്രവാസികൾക്ക് പെൻഷൻ. MH വിഷ്ണു ആ വാർത്ത തരുന്നത് ഇപ്രകാരം: കേരളത്തിന്റെ വികസനത്തിനായി നിക്ഷേപം നടത്തുന്ന പ്രവാസികൾക്ക് ഉയർന്ന ഡിവിഡൻഡും ജീവിതാവസാനം വരെ പെൻഷനും നൽകുന്ന പദ്ധതിക്ക് രൂപരേഖയായി. നാളെ ദുബായിൽ നടക്കുന്ന ലോക കേരള സഭ പ്രഥമ പശ്ചിമേഷ്യൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തുടക്കം കുറിക്കും. പ്രവാസി നിക്ഷേപം സ്വരൂപിക്കാൻ പ്രത്യേക കമ്പനി, പ്രവാസി ഗവേഷണത്തിന് അന്താരാഷ്ട്ര പ്രവാസി പഠന കേന്ദ്രം, മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ആഭിമുഖ്യത്തിലുള്ള നിർമ്മാണ കമ്പനി, പുനരധിവാസ പദ്ധതികൾ എന്നിവയും ലോക കേരള സഭയിൽ പ്രഖ്യാപിക്കും. അത് ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയും ഇന്ന് കേരള കൗമുദി നമുക്ക് തന്നിരിക്കുന്നു. ഒരു സർവേ കൂടി തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് കേരളത്തിലെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി ഒരു സർവേ കൂടി വരുന്നു. ഏഷ്യാനെറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആ സർവേ സംഘടിപ്പിക്കപ്പെട്ടത്. സർവേയുടെ ഫലം പത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. മലയാള മനോരമ അത് ഉൾപേജിൽ തരുന്നത് കാണുക. തെരഞ്ഞെടുപ്പിൽ കേരളം UDFനൊപ്പം എന്ന സർവേ 16 സീറ്റ് വരെ ലഭിക്കാം. UDFന് 16 സീറ്റ്, LDFന് 3 സീറ്റ്, NDAക്ക് അതായത് BJPക്ക് 1 സീറ്റാണ്. ഇതാണ് ഈ സർവേയിലെ കണ്ടെത്തൽ. ചിരിച്ച് മരിക്കില്ലെങ്കിൽ ഒരു കണ്ടെത്തൽ കൂടി ഇന്ന് നമുക്ക് തരുന്നുണ്ട് ഈ സർവേ. ഭരണം പോയി 3 വർഷം കഴിഞ്ഞു UDFന്. അങ്ങനെ കഴിഞ്ഞിട്ടും ഉമ്മൻചാണ്ടി തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നേതാവ്. ഏതായാലും സരിത S. നായർ ഇപ്പോൾ അയാളെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. കേരളീയർക്ക് പ്രിയങ്കരനായ നേതാവ് ഉമ്മൻചാണ്ടി തന്നെ എന്ന് ഈ ഏഷ്യാനെറ്റ് സർവേ പറയുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം വളരെ കൃത്യമായി ഈ മനുഷ്യർക്ക് ബോധ്യപ്പെടും. ശബരിമലയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം. ഇനിയും 2 മാസമുണ്ട് തെരഞ്ഞെടുപ്പിന്. അപ്പോഴേക്കും ശബരിമലയ്ക്ക് വലിയ ജീവനൊന്നും ഉണ്ടാകാൻ ഇടയില്ല. ഏതായാലും ശബരിമല പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. 50 മുതൽ 60% വരെ ആളുകൾ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത് എന്നാണ് സർവേ പറയുന്നത്. സർവേ നടത്തിയത് ഏഷ്യാനെറ്റിന്റെ ഉടമ BJPക്കാരൻ. അപ്പം ആ നിലയ്ക്കുള്ള രാഷ്ട്രീയമായ ഒരു കളിയല്ലാതെ മറ്റൊന്നും അതിൻ്റെ പിന്നിലില്ല. ഏതായാലും ഉത്തര കേരളത്തിലെ 8 സീറ്റിൽ
7 UDF പിടിക്കും. ഇങ്ങ് തെക്കൻ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പത്തനംതിട്ടയോ തിരുവനന്തപുരമോ. തിരുവനന്തപുരത്തിന്റെ കാര്യം നമുക്കറിയാം. ലബ്ധപ്രതിഷ്ഠനായ ഒരു MP അവിടെ ഉള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷ BJPക്ക് പോലും ഉണ്ടാകില്ല. ഏഷ്യാനെറ്റിന്റെ ആഗ്രഹം. ഇനി പിന്നെ പത്തനംതിട്ടയാണ് നോക്കുന്നത്. പത്തനംതിട്ടയിൽ വലിയ ബഹളങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് BJPക്ക് ലോക്കൽ ഇലക്ഷനിൽ കിട്ടിയ വോട്ട് 7ഉം 12ഉം ഒക്കെയാണ്. അവിടെയാണ് ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷ വയ്ക്കുന്ന സ്വന്തം മാനേജ്മെന്റിനോട് കൂറ് പുലർത്തുന്ന ഏഷ്യാനെറ്റിന്റെ ഒരു ഉള്ളടക്കവുമില്ലാത്ത സർവേ ഫലം വന്നിരിക്കുന്നത്. മൂന്നാറിൽ പഞ്ചായത്ത് വക ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തടഞ്ഞു. ആ വാർത്ത ഇന്നും മാതൃഭൂമി 1-ാം പേജിൽ തരുന്നുവെന്ന് മാത്രമല്ല, എസ് രാജേന്ദ്രൻ MLA കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കോർട്ടലക്ഷ്യം വരികയും ചെയ്യും. വാർത്ത ഇങ്ങനെ മാതൃഭൂമി തരുന്നു 1-ാം പേജിൽ. മൂന്നാറിലെ നിർമ്മാണം ഹൈക്കോടതി തടഞ്ഞു. മൂന്നാറിൽ മുതിരപ്പുഴയാറിനോട് ചേർന്ന് പഞ്ചായത്ത് നടത്തുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ഹൈക്കോടതി തടഞ്ഞു. നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MY ഔസേപ്പ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് നടപടി. ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയിയും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പൂതിരിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. എസ് രാജേന്ദ്രനെതിരെ കോർട്ടലക്ഷ്യ കേസ് വരുന്നു. എസ് രാജേന്ദ്രനെതിരെ കോർട്ടലക്ഷ്യ നടപടിക്ക് സർക്കാർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. മൂന്നാറിലെ വിവാദ നിർമ്മാണത്തിന്റെ പേരിൽ എസ് രാജേന്ദ്രൻ MLA ഉൾപ്പെടെ 5 പേർക്കെതിരെ കോടതി ലക്ഷ്യത്തിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു എന്ന് പറയുമ്പോൾ ഈ സർക്കാർ അവരുടെ തന്നെ ഒരു MLAയെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും MM മണി പറഞ്ഞതുമാതിരി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി പൂർത്തിയാകുന്നത് വരെ എന്തുകൊണ്ട് ആ സബ് കളക്ടർ കാത്തിരുന്നു എന്നതിന് ഉത്തരമൊന്നുമില്ല. അതിന്റെ ലിൻഡല് വാർത്തു, അതിന്റെ മേൽക്കൂരയും വാർത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 50% പണി കഴിയുന്നത് വരെ എന്തുകൊണ്ട് സബ് കളക്ടർ കാത്തിരുന്നു? ദുരൂഹമാണ് ആ കാത്തിരിപ്പ്. നമുക്കതിനുള്ള മറുപടി വൈകാതെ ലഭിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആളുകളുടെ യഥാർത്ഥ മുഖഭാവം എന്ത് എന്ന് തിരിച്ചറിയുകയും ചെയ്യും. KSRTCയിലെ ജീവനക്കാർ, കുറെ ആൾക്കാർ വഴിയാധാരമായി എംപാനൽഡ് ജീവനക്കാർ, അതിന് പിന്നാലെ BSNLും വഴിയാധാരമാകുന്ന ജീവനക്കാരുടെ എണ്ണവുമായി വന്നിരിക്കുന്നു. സമരവും തുടങ്ങിയിരിക്കുന്നു. ആ നിലയ്ക്കുള്ള വാർത്ത ഇന്ന് മംഗളം എന്ന പത്രം അതിൻ്റെ അവസാന പുറത്ത് തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം. മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് മംഗളമ പിരിച്ചുവിടൽ വാർത്തയുടെ സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. KSRTCക്ക് പിന്നാലെ BSNLലും വഴിയാധാരമായി 8,900 കുടുംബങ്ങൾ. KSRTC എംപാനൽഡ് കണ്ടക്ടർമാർക്ക് പുറകെ BSNLലെ കരാർ തൊഴിലാളികൾ പിരിച്ചുവിടൽ ഭീഷണിയിൽ. 3 മാസമായി ശമ്പളം പോലും ലഭിക്കാത്ത ഇവരെ ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിടാനാണ് മാനേജ്മെന്റ് തയ്യാറെടുക്കുന്നത്. സംസ്ഥാനത്താകെ ഏകദേശം 8,900-ൽ പരം തൊഴിലാളികളാണ് ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിൽ കഴിയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇക്കാര്യം ഉന്നയിച്ച് ഇവർ സംസ്ഥാന വ്യാപകമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മരുന്ന് ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യെല്ലോ ലൈൻ പ്രചാരണം രംഗത്ത് വരാൻ പോകുന്നു. ദീപിക എന്ന പത്രം അത് 1-ാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു. തോമസ് വർഗീസ് ദീപികയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ പുതിയ ബോധവൽക്കരണ പരിപാടി വരുന്നു. യെല്ലോ ലൈൻ എന്ന പേരിലാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം വ്യാപിക്കുന്നതിനുമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നാഷണൽ സർവീസ് സ്കീമും ദേശീയ ആരോഗ്യ മിഷനും സംയുക്തമായി ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. ഇന്നലെ പാർലമെന്റിന്റെ മുന്നിൽ വെച്ച CAG റിപ്പോർട്ടിനെ കുറിച്ച് ഒരു മുഖപ്രസംഗം ഇന്ന് ദേശാഭിമാനി എന്ന പത്രം നമുക്ക് തരുന്നുണ്ട്. CAG സംരക്ഷിക്കുന്നത് ആരെയാണ്? അതേ സംബന്ധിച്ചുള്ള മുഖപ്രസംഗത്തിന്റെ തലവാചകം തന്നെ കാണുക: അഴിമതി മൂടാൻ
CAG റിപ്പോർട്ട് പോരാ. റഫാൽ ഇടപാടിലെ കള്ളക്കളികളും കൊള്ളയും ഒന്നൊന്നായി പുറത്തു വരികയാണ്. രാജ്യരക്ഷയ്ക്കുള്ള വമ്പൻ നീക്കവുമായി അലങ്കരിച്ച് അവതരിപ്പിച്ച കച്ചവടത്തിന്റെ ഉള്ളു മുഴുവൻ ഇന്ന് ദൃശ്യമാണ്. അഴിമതി മറ്റൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ ശിങ്കടി മുതലാളിക്ക് പൊതുപണം ഒഴുക്കിക്കൊടുക്കാൻ മാത്രമായിരുന്നു ആ ഇടപാട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. തട്ടിക്കൂട്ടിയ ഒരു CAG റിപ്പോർട്ടിന് മറയ്ക്കാനാവുന്നതല്ല ഈ കൊള്ളക്കച്ചവടം. ബുധനാഴ്ച ദി ഹിന്ദു പുറത്തുവിട്ടത് കൂടുതൽ ഗൗരവമുള്ള വിവരങ്ങളാണ്. 7 അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ ഫ്രഞ്ച് സർക്കാരുമായി ചർച്ചകളിൽ പങ്കെടുത്തത്. ഇവരിൽ 3 പേർ ഇടപാട് സംബന്ധിച്ച് ശക്തമായ വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത് എന്ന് പത്രം ചൂണ്ടിക്കാട്ടുന്നു. ഈ 3 അംഗങ്ങളുടെ വിയോജനക്കുറിപ്പിന്റെ പൂർണ്ണരൂപം പത്രം ബുധനാഴ്ച പ്രസ്തം ചെയ്തിരുന്നു. ബോഫോഴ്സ് ഇടപാടിനെ ഓർമ്മിപ്പിക്കുന്ന ഈ അഴിമതി അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPയുടെ വർഗീയതയ്ക്കും ജനദ്രോഹ നയങ്ങൾക്കും ഒപ്പം ജനങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ്. ഈ അഴിമതി കേസിന്റെ അന്തിമ വിധി ഈ ജനകീയ കോടതിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർത്തോ ചൊൽപ്പടിയിലാക്കിയോ വിശ്വാസം നശിപ്പിച്ച മോഡി സർക്കാർ CAGയെയും അപഹാസ്യമാക്കി എന്ന് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നു. നരേന്ദ്രമോദിക്ക് വേണ്ടി മാത്രം രചിക്കപ്പെട്ട ഒരു റിപ്പോർട്ടായി അത് അധപ്പതിച്ചിരിക്കുന്നു എന്ന് മുഖപ്രസംഗം പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. റഫേൽ വിമാനം എന്ന സ്വപ്നം ഒരു കടലാസ് വിമാനമായി അധപ്പതിക്കുമോ? ഈ ചിത്രം കാണുക. റഫേൽ കരാറിനെതിരെ പാർലമെന്റ് വളപ്പിൽ കോൺഗ്രസ് MPമാർ നടത്തിയ ധർണയ്ക്കിടെ കടലാസ് വിമാനവുമായി രാഹുൽ ഗാന്ധി ചൗക്കീദാർ കള്ളനാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഈ ചിത്രം മലയാള മനോരമ നേർക്കാഴ്ച പുറത്ത് ഇന്ന് തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.